ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നല്ല തലവേദനയും വയറിന് പ്രശ്നം വൊമിറ്റ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു 5:30 എഴുന്നേറ്റപ്പോൾ കേട്ടോ. അപ്പോൾ നമ്മുടെ ചേട്ടനാണ് എനിക്ക് ആ ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് തന്നത്, പിന്നെ ചോറ് തിളപ്പിച്ചിറക്കി വെച്ചതും ചായ വെച്ച് തന്നതും കേട്ടോ. അത്രയും പണികൾ ആൾ ചെയ്തു. പിന്നെ കറി വെക്കാനൊന്നും അത്ര അറിയില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് നിവൃത്തികേടുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് വന്ന് അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങ് അടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ. 5:30 എഴുന്നേറ്റ് 6:30 വരെ പണിയെടുത്തിട്ടാണ് ഇത്രയും പണികൾ പാവത്തിട്ട് കഴിഞ്ഞത്. അപ്പോൾ ഇനി ഇതും കൂടി ചെയ്യണമെങ്കിൽ ഇന്ന് ജോലിക്ക് പോകാൻ പറ്റില്ല, അല്ലെ ലീവ് എടുക്കേണ്ടി വരും, അത്രയ്ക്കും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ മരുന്നൊക്കെ കഴിച്ച് അങ്ങനെ കിടന്ന് കുറച്ച് നേരം കൊണ്ട് കിടക്കാൻ കഴിഞ്ഞാൽ നല്ല സുഖമായിരുന്നു. അപ്പോൾ അത്ര അങ്ങോട്ട് ആയില്ല, എന്നാലും നമുക്ക് നിവൃത്തിയില്ലല്ലോ. അപ്പോൾ അത് ഉരുളക്കിഴങ്ങ് ഉപ്പും വെള്ളം ഒഴിച്ച് കണ്ട് വേവിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉരുളക്കിഴങ്ങ് 2 അടി മതിയാവും. അപ്പോൾ തന്നെ തുറന്നു കഴിഞ്ഞാൽ വെന്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്തിരി കൂടെയൊക്കെ ചെറുതായിട്ട് അരിയാച്ചാൽ കുറച്ചും കൂടി നല്ലതാണ്. ഞാൻ ചേട്ടത്തിരി വലുതാക്കിയാണ് അരിഞ്ഞത് കേട്ടോ. വേറെ ഓപ്ഷനൊന്നും ഇല്ലല്ലോ, നമുക്ക് അരിഞ്ഞത് കിട്ടിയത് ചെയ്യാൻ വയ്യാണ്ടാകുമ്പോൾ ഇത്രയ്ക്ക് സഹായിക്കുന്നത് തന്നെ വലിയ കാര്യമാണ് അല്ലേ. അപ്പോൾ അത് ആ ചീനിച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ആ മൊരിയണ നേരം കൊണ്ട് ഞാൻ നമ്മുടെ ചോറ് എടുത്തുകൊണ്ട് വന്നിങ്ങോട്ട് ഒന്ന് ഊറ്റി ആ കയ്യിൽക്കൊട്ടയിൽ വെച്ചു വിട്ടാൽ അവർക്ക് ചോറൊക്കെ പകർത്താൻ വേണ്ടിയിട്ട്. പിന്നെ അതാ നമ്മുടെ ചതച്ചമുളക് ഇട്ട് കൊടുത്തു. ഇത് റെഡിമെയ്ഡ് തന്നെ വാങ്ങിച്ചതാട്ടോ. അത്ര നല്ലതൊന്നും ആയിരുന്നില്ല, നിറച്ച് കോലും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ വാങ്ങിച്ച് പൊടിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുത്തു. പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്തിരിക്കുന്നുണ്ട്, അതിൻ്റെ എയർ ഉണ്ടോയെന്ന് നോക്കിയിട്ട് അതങ്ങനെ പതുക്കെ തുറന്നു കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അത് അതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തു. വെള്ളമൊന്നും അധികമില്ല, ആവശ്യത്തിന് ഇത്തിരി വെള്ളമുള്ളൂ. അതൊന്ന് കുഴയാൻ ആവശ്യമാണ് ഇളക്കാനായിട്ട്. അത് കാരണം അത് കാണില്ല. ഈ ഒരു പരുവായി അങ്ങനെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി തയ്യാറായിട്ടാണ്. ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി ഇവിടെ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വഴുതനങ്ങയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇത് ഉണ്ടായിരുന്ന കാരണം ഇതാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ പെട്ടെന്ന് ഒന്നും കൂടി പെട്ടെന്ന് നന്നാക്കുകയും ചെയ്യാമല്ലോ. പിന്നെ മീൻകറി ഉണ്ടായിരുന്നു ഇന്നലത്തെ, അതും ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടനുള്ള ചോറും പകർത്തി മീൻകറി ഒക്കെ ആക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ ചേട്ടൻ ഫുഡ് കഴിക്കാൻ വരികയാണ്, കയ്യിലന്വേഷിച്ച് നടക്കണ തിരക്കിലാണ് കേട്ടോ. അപ്പം ഞാൻ വന്ന് അത് ഇട്ട് കൊടുത്തു. പിന്നെ അടുത്ത് കൂറ്റി വെച്ചു. അപ്പോൾ ശ്രീകുട്ടനും ചേട്ടനാണ് ഈ 7 മണി 7 ചില്ലറ എന്നൊക്കെ ഉള്ള സമയത്ത് പോകേണ്ട ആൾക്കാർ. അപ്പോൾ അവർക്ക് രണ്ടാൾക്കാണ് ആദ്യം ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ ഇത് അച്ചാറുണ്ടായിരുന്നു, അതൊരു പാത്രം എടുത്തുകൊണ്ട് വന്ന് അതും പകർത്തി. അപ്പോൾ ചേട്ടൻ്റെ ഫുഡ് കഴിക്കലൊക്കെ നിന്നിട്ടൊക്കെ തന്നെയാണ് കേട്ടോ. അങ്ങനെ സമാധാനത്തിൽ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന സ്വഭാവമേ അല്ല, പടഞ്ഞ് നിൽക്കുള്ളൂ. ചോറ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ നിന്നോടത്ത് നിന്ന് തന്നെ കഴിച്ച് തുടങ്ങിയിട്ടാണ് പോയി ഇരിക്കുക. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ മാറ്റങ്ങളാണ് അല്ലേ. പിന്നെ ഇന്നലത്തെ പൊതിച്ചോറൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞാൽ സന്തോഷം കേട്ടോ. ഞാൻ ഹാപ്പി ആയി. അത് ഞാനങ്ങനെ പിള്ളേർക്ക് വേണ്ടി അങ്ങനെ ചെയ്തതാണ്, പക്ഷേ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ സന്തോഷം. ഇത് ചേട്ടൻ്റെ ലഞ്ച് ബോക്സ് അങ്ങനെ തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മുടെ ശ്രീകുട്ടൻ്റെ ലഞ്ച് ബോക്സാണ്. അപ്പോൾ അവനാകുമ്പോൾ മീൻകറി വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോറും പിന്നെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പറ്റിയും പിന്നെ ഒരു അച്ചാറും കൂടി ആക്കി അവന് കൊടുത്തു കേട്ടോ. അവന് അത് മതി എന്ന് പറഞ്ഞിട്ടാണ്, മീൻകറി പിന്നെ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഇന്നലത്തെയും അല്ലേ, അത് കാരണം കൊണ്ട് പിന്നെ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഇതാക്കി കൊടുത്തു. പിന്നെ നമ്മുടെ ആദിത്യൻ്റെ പരിപാടിയാണ് കേട്ടോ. ആദിത്യനെന്ന് പറയുന്നത് ചോറൊന്നും പറ്റില്ല, പലഹാരം തന്നെ വേണം. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇത് എളുപ്പത്തിൽ കുറച്ച് അരിപ്പൊടി എടുത്ത് വെറുതെ വെള്ളത്തിൽ കലക്കി കുറച്ച് ഉള്ളി അരിഞ്ഞിട്ടു, പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട്, പിന്നെ കുറച്ച് ജീരകം കൂടി ഇട്ട് ഉപ്പും കൂടി ഇട്ടു കേട്ടോ. പിന്നെ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കണം, അല്ലെങ്കിൽ അതിങ്ങനെ ഉണങ്ങിയ പോലെ ഇരിക്കും പച്ചരി വറുത്ത പൊടിയാകുമ്പോൾ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. അപ്പോൾ സിമ്പിളല്ലേ, ഇത് ഭയങ്കര എളുപ്പമാണ്. പക്ഷേ മീൻചാറ് മുക്കി കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അവന് മീൻചാറാണ് കൊടുത്തു വിട്ടത്. അപ്പം ഞാനത് ഉണ്ടാക്കണതിൻ്റെ ഇടയിൽ തന്നെ ചോറും കൂടി ഊറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അവിടെ നിന്ന് വെള്ളം വന്നോളൂല്ലോ. ഇതാ കണ്ടില്ലേ, അടിപൊളിയായിട്ട് കിട്ടും, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു കൈപ്പത്തിരിയൊക്കെ ചെറിയൊരു ടേസ്റ്റാണ് ഇതിന് ഉണ്ടാവുക. പിന്നെ നമ്മൾ കലക്കി ചൂടാന്ന് മാത്രം മാറ്റേതൊന്നും, അത് കുഴച്ചിട്ട് ഇങ്ങനെ കൈ കൊണ്ടാക്കാമെന്ന് മാത്രം കേട്ടോ. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, ടേസ്റ്റിൽ ചെറിയ വ്യത്യാസമുള്ളൂ. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ആദ്യത്തെ പമ്പ് എടുത്തോണ്ട് സൈക്കിളിൽ എയറില്ല. അപ്പോൾ നമ്മുടെ പമ്പ് കാണാനില്ല കേട്ടോ. ഇവിടെ ഉണ്ടായിരുന്നു, വീട്ടിലേക്ക് വന്നപ്പോൾ ഉപയോഗിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു ബൈക്കിനൊക്കെ എയർ അടിക്കാനൊക്കെ. പക്ഷെ ഇപ്പം നോക്കിയപ്പോൾ കാണാനേ ഇല്ല. വല്ല തമിഴന്മാരെടുത്ത് പോയോ അത് വല്ലയിടത്ത് കാണാണ്ട് കിടക്കുന്നുണ്ടോ ഒന്നും അറിയില്ല കേട്ടോ. ഇപ്പോൾ സൈക്കിൾ കാണാനില്ലാണ്ട് എന്നിട്ട് പിന്നെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് പോയി കണ്ടിട്ട് മേടിച്ചുകൊണ്ട് വന്ന് അടിക്കാട്ടില്ല. അപ്പോൾ ശ്രീകുട്ടൻ നിന്ന് വേർക്കുക. അപ്പോൾ ഞാൻ ടെൻഷൻ കൊണ്ടാണെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ അവന് പനിക്കുന്നുണ്ട് കുറേശ്ശെ, എന്നാലും പിന്നെ സ്കൂളിൽ പോകുന്നുണ്ട്. സ്കൂളെന്ന് പറഞ്ഞാൽ എന്നോട് പറയും സ്കൂളൊന്നല്ല ഞാൻ കോളേജിലെത്തിയെന്ന് പറയും.
നമുക്ക് അങ്ങനെ തന്നെയല്ലേ, നമുക്ക് നമ്മുടെ മക്കൾ ചെറുതല്ലേ എപ്പോഴും. അപ്പോൾ അതാ പേപ്പർ കൈ തുടയ്ക്കാൻ വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ അത് ഞാൻ എടുത്തുകൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ കൈ ഇങ്ങനെ അഴുക്കാവാൻ ആയിട്ടാന്ന് തോന്നുന്നു. അത് എയർ അടിച്ച് കൊടുത്ത് അങ്ങനെ ചേട്ടനും പോയി. അനിയൻ ദേ വീണ്ടും കുളിക്കാനും ഡ്രസ്സ് മാറാൻ അനിയനൊക്കെ നടക്കുന്നുണ്ട്. ഞാനപ്പോൾ അവന് ഇതേ ലഞ്ച് ബോക്സിൽ ഇതാക്കി 2 കഴിച്ചു, 3 കൊടുത്തു വിട്ടു കേട്ടോ. 2 എന്ന് പറഞ്ഞാൽ തീരെ കനം കുറഞ്ഞതാണ്, പക്ഷേ അത് മതി, എന്താ ചെയ്യാം. പിന്നെ ഉരുളക്കിഴങ്ങും മെഴുക്ക് വരട്ടിയും കൂടി കൊടുത്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ മീൻചാറിൽ മുക്കി കഴിക്കാം. പിന്നെ മറ്റേത് ഉപ്പേരിയല്ലേ, അപ്പോൾ അതിങ്ങനെ വെറുതെ കഴിച്ചോളും. പിന്നെ ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടുള്ളൂ, വലിയ ഒതുക്കാനും പറക്കാനും ഒന്നും നിന്നില്ല കേട്ടോ. എന്താ വെച്ചാൽ മരുന്ന് കഴിച്ച് എനിക്ക് വയ്യായിക കുറവുണ്ടെങ്കിൽ കൂടി നല്ല ക്ഷീണം തോന്നുന്നുണ്ട്. കിടന്നൊന്ന് ഉറങ്ങാനാണ് സത്യം പറഞ്ഞാൽ തോന്നണത്. പക്ഷെ ജോലിക്ക് പോയി ലീവൊന്നും എടുക്കാൻ നിന്നില്ല കേട്ടോ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടുങ്ങാട്ട് താഴ്ഭാഗം ഒന്ന് അടിച്ച് വാരിയിട്ടുള്ളൂ. പിന്നെ വേറെ ഒന്നും ഞാൻ ചെയ്യാനായിട്ട് നിന്നില്ല കേട്ടോ. അപ്പം പിന്നെ ഇനി വേഗം കുളിച്ച് ഫുഡൊക്കെ കഴിച്ച് എന്നുവെച്ചാൽ നല്ല ക്ഷീണമായി. ഫുഡും മരുന്ന് കഴിച്ച് കഴിഞ്ഞ് പിന്നെ നമുക്ക് വിശക്കുമല്ലോ. അപ്പോൾ പിന്നെ ഇത്തിരി ഫുഡ് കഴിക്കാൻ പറ്റിയിട്ടാ, അത് സന്തോഷം. പിന്നെ എനിക്കുള്ള ചോറും കൂടി പകർത്തി ഞാൻ ചോറും മീൻകറിയൊക്കെ തന്നെ, മീൻകറി എടുത്തില്ല എന്ന് തോന്നുന്നുണ്ട്, ഉരുളക്കിഴങ്ങ് മാത്രമേ എടുത്തുള്ളൂ. പിന്നെ വൈകുന്നേരം വന്നപ്പോൾ ഈ ഒരു അവസ്ഥയാണ് കേട്ടോ. 6:45 കഴിയും ഞാൻ വീട്ടിലെത്തുമ്പോൾ. നല്ല ഇരുട്ടാവും കേട്ടോ. വൈകുന്നേരം വന്നപ്പോൾ തന്നെ ശ്രീകുട്ടൻ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും കൂട്ടി ഫുഡ് കഴിക്കണം, കൂട്ടാനൊന്നും ഇല്ല അമ്മ, എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ തലേദിവസത്തെ ആ വേലിച്ചീര അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെടുത്ത് ഒരു തോരൻ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അവന് പിന്നെ ഈ ഇലക്കറികളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, കഴിച്ചോളും, അങ്ങനെ കുഴപ്പമില്ല. അങ്ങനെ ഇന്ന കറി വേണമെന്നൊന്നുമില്ല, ഉണ്ടാക്കണത് ടേസ്റ്റ് ഉണ്ടായാൽ മാത്രം മതി കേട്ടോ. ശ്രീകുട്ടൻ അങ്ങനെ കുഴപ്പമില്ല. ഇറച്ചി വേണം, മീൻ വേണം, അങ്ങനെയൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതായത് ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ കൊണ്ടുപോയിക്കുകയാണ്. കടുകിനെയാണ് കൈ തപ്പി തറയുന്നത്. ചില നേരത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മൾ വെച്ച സാധനങ്ങളായാലും നമുക്ക് എടുക്കാൻ കിട്ടില്ല അല്ലേ. അങ്ങനെ അത് എടുത്തുകൊണ്ട് വന്നു കണ്ടിട്ട് പിന്നെ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തു കേട്ടോ. സിമ്പിളല്ലേ, നമുക്ക് തോരൻ വയ്ക്കാമെന്ന് പറയുന്നത് ഭയങ്കര ഈസി ആയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ അതാ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലിത്തിരി കടുക് ഇട്ട് പൊട്ടിച്ചു. ആ നേരം കൊണ്ട് അതിലേക്കുള്ള പച്ചമുളകും കൂടി ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ ഈ പച്ചമുളക് അരിഞ്ഞ് കണ്ടിട്ട് കടയിലെ ഒരു കുട്ടി നോക്കിയിട്ട് കൈ മുറിയാൻ പോണ പോലെ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അത് ഞാൻ സ്പീഡ് കൂട്ടി ഇട്ടതുകൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നു. കടുക് പൊട്ടി കഴിഞ്ഞപ്പോൾ ഇത്തിരി ഉഴുന്നും കൂടി പൊട്ടിച്ചെടുത്തു. അതിലേക്ക് ഇതേ പച്ചമുളകും കൂടി ഇട്ട് ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ, ചുമന്നുള്ളിയാണ് കൂടുതൽ നല്ലത്, ഞാനൊരു സവാളയാണ് അരിഞ്ഞ് ചേർത്തിട്ടുള്ളത് കേട്ടോ. അത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞപ്പോൾ നമ്മുടെ ചീര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അധികം ചീര ഉണ്ടായിരുന്നില്ല, അത് കാരണം കൊണ്ടാണ് ഞാൻ സവോള അങ്ങനെ നാളികേരത്തിരി കൂടുതലൊക്കെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ചു. തുറന്നപ്പോഴേക്കും നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിങ്ങാട്ട് തുറന്ന് വെച്ച് കുറച്ച് നേരം ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്തു. പിന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു, മിക്സ് ചെയ്തു. പിന്നെ അതിലേക്ക് നാളികേരം നന്നായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. ഇലക്കറികളിലൊക്കെ പിന്നെ നാളികേരം കഴിക്കുന്നത് നല്ലത് തന്നെയാണല്ലോ. അങ്ങനെ ഒരു മോശം കൊളസ്ട്രോൾ അല്ലല്ലോ, നല്ല കൊളസ്ട്രോൾ അല്ലേ, അത് കാരണം നാളികേരം എപ്പോഴും നല്ലതാണ് കഴിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ചു. നാളികേരം ഒന്ന് വേവാൻ വേണ്ടിയിട്ട് മൂടി വെച്ചതാണ്. അപ്പോൾ അങ്ങനെ അത് തുറന്ന് ഒന്ന് വിടർത്തിയിട്ടു കേട്ടോ. ഇനി വല്ല വെള്ളം ഉണ്ടെങ്കിൽ വറ്റിക്കോട്ടെ വെച്ചിട്ട് വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി ഇത് മാത്രം എങ്ങനെയാണ് കൊടുക്കുക എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേറൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് ഇത്തിരി വെള്ളം എന്നൊക്കെ പറയണല്ലേ, ഇത് കട്ട് ചെയ്യാനൊക്കെ പറ്റൂലേ, ഞാൻ പിന്നെ വേണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് ഇടുന്നതാട്ടാ, ഞാൻ സംസാരിക്കുന്ന പോലെ തന്നെ. അപ്പോൾ കൊണ്ടാട്ടമുളക് വറുത്തിട്ടുണ്ട്. അമ്മ അതേ ടി വി കാണുന്ന തിരക്കിലാണ്. ആദ്യത്തെ യൂണിഫോമിൻ്റെ പാൻറ്റാണ്, പാകല്ല കേട്ടോ, തയ്ച്ച് കൊണ്ടുവന്നു ശരിയാക്കാമെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയി. എന്നിട്ടും സ്കൂളുകാർ അങ്ങനെ ശരിയാക്കിയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ പിടിച്ചു നോക്കി. നമ്മുടെ തൊട്ട് ഫ്രണ്ടിലെ ചേച്ചി അവിടെ ആൾ തയ്ക്കും കേട്ടോ. ഞാനും തയ്ക്കും, പക്ഷേ മിഷ്യൻ കേടായി, അത് കാരണം കൊണ്ടാണ്. അല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ അവർക്ക് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അത് കൊണ്ടുപോയി കൊടുത്തു. പിന്നെ നേരെ ചേച്ചി അവിടെ നിൽക്കണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിയോട് വർത്താനം പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് പോയി. കുറച്ച് നേരം അവിടെ പോയിരുന്ന് വർത്താനം പറഞ്ഞ് അങ്ങനെ നേരമൊക്കെ മൊത്തത്തിൽ അങ്ങോട്ട് പോയി കേട്ടോ. വല്ലപ്പോഴെല്ലാം ഇങ്ങനെ കാണുള്ളൂ, തൊട്ടടുത്ത വീടായാലും കാണലൊക്കെ കുറവാണ് കേട്ടോ. 2 പേരും ജോലിക്ക് പോവല്ലേ, വല്ലപ്പോഴാണ് കാണലൊക്കെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരമൊക്കെ വർത്താനം പറഞ്ഞു. തിരിച്ച് വന്ന് ആദ്യത്തെ പഠിക്കാൻ പോയിരിക്കുന്നുണ്ട്, ശ്രീകുട്ടനും പോയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ വന്നിരുന്ന് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് പിന്നെ ബാക്കിയുള്ള പണികൾക്ക് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ തുണികൾ മടക്കാൻ നോക്കിയപ്പോൾ ഒക്കത്തിനും ഒരു ഇത്തിരീശ നനവുണ്ട്, എന്നാൽ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു അവസ്ഥയാണ്. തൊട്ട് നോക്കുമ്പോൾ ഒരു ചെറിയ നനവ് ഫീൽ ചെയ്യണം. അപ്പം ഞാൻ വെച്ചാൽ ആ ജനലേമൊക്കെ അങ്ങോട്ട് വെറുതെ അങ്ങോട്ട് കൊളുത്തിയിടാം. പിന്നെ ആദ്യത്തെ ഫാനിടുമ്പോൾ അത് അങ്ങോട്ട് ഉണങ്ങിക്കോളുമല്ലോ. അപ്പം അങ്ങനെ വിചാരിച്ചിട്ട് ജനലേമ നിറയെ ആ ഒരു ജനലേമ തന്നെ ഇട്ടുള്ളൂ കേട്ടോ. അല്ലാണ്ട് എല്ലായിടത്തൊന്നും കൊണ്ടിടാനായിട്ട് നിന്നില്ല, അതിൻ്റെ ആവശ്യമില്ല എന്ന് വെച്ചാൽ ഉണങ്ങിയിട്ടുണ്ട്, അത് കാരണം കൊണ്ടാണ് കേട്ടോ.
അപ്പോൾ അങ്ങനെ അതൊക്കെ വിരിച്ചിട്ട് ബാക്കിയുള്ളതും മടക്കി ഞാൻ താഴത്തേക്ക് പോന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ലൈക്ക് അടിക്കാൻ മറക്കാം.